എനിക്ക് ഒരു ഡിസ്ക്വാളിറ്റി ആയിട്ട് തോന്നിയത് 2 ക്യാരക്ടറാണ്. ഒരു വെറുക്കുന്ന എൻ്റെ ഷോർട്ട് ടെമ്പർ, ഭയങ്കര ദേഷ്യപ്പെടും. ആ ദേഷ്യത്തിൽ എനിക്ക് ഒരുപാട് പേര് അകന്നു പോയിട്ടുണ്ട് നിന്ന്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ദേഷ്യപ്പെട്ട് ഒരു അരമണിക്കൂർ ഞാൻ നോർമലാവും. എനിക്ക് അവരോട് ദേഷ്യം, എനിക്ക് ഹിപ്പോക്രിസം, അതായത് ഉള്ളിലൊന്ന് പുറത്ത് വെച്ച് പെരുമാറാൻ അറിയത്തില്ല. എനിക്ക് ദേഷ്യം തോന്നി ഞാനങ്ങ് പറഞ്ഞു തീർക്കും. എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലെന്ന് പറയും. എനിക്ക് നിന്നോട് ദേഷ്യമാണെന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്. എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞാൽ സ്നേഹം തുറന്നു പറയും. അല്ലാതെ ഇങ്ങനെ വെച്ച് പെരുമാറാൻ അറിയത്തില്ല. അതോടെ തീർന്നു. പക്ഷെ ഞാനത് കോമ്പൻസേറ്റ് ചെയ്യും. എൻ്റെ ഒരു നേച്ചറാണ്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ഞാൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നവർക്ക് ഞാൻ ഒരു ഗിഫ്റ്റായിട്ടോ എന്തെങ്കിലും, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടുത്തമായിട്ടോ ഞാനത് കോമ്പൻസേറ്റ് ചെയ്യും. പിന്നെ അവർക്ക് മനസ്സിലാവും. പക്ഷേ ആ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ദേഷ്യപ്പെടുന്ന ചിലർക്ക് എന്നെ മനസ്സിലാവണമെന്നില്ല. ഇതെന്താ ഭദ്രകാളിയാണ് ഇങ്ങനെ ഇപ്പോഴും ദേഷ്യപ്പെടാനായിട്ട്, അങ്ങനെയുള്ളൊരു ഇത് വരുന്നുണ്ട്. അതെൻ്റെ ഏറ്റവും വലിയൊരു ഡിസ്ക്വാളിറ്റി. പിന്നെ വേറൊരു ഡിസ്ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കും. ആരെങ്കിലും ഒരാൾ കരിഞ്ഞ് വരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വിശ്വസിച്ചു പോകും. അങ്ങനെ ഒത്തിരി പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും പറ്റിക്കപ്പെട്ടു, എനിക്ക് റിഗ്രറ്റ് ഇല്ല. ബിക്കോസ് അവർക്ക് അത്ര ആവശ്യമായതുകൊണ്ടാണല്ലോ എന്നെ പറ്റിച്ചത്. അവർക്ക് ഒരു പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അവരെന്നെ പറ്റിച്ചത്. ഗതികേട് കൊണ്ടല്ല പറ്റിച്ചത്. പറ്റിച്ചു, കള്ളത്തരം പറഞ്ഞ് മേടിച്ചു, അത് പണം മേടിച്ചു, എന്നെ ചീറ്റ് ചെയ്തു. ഗതികേട് കൊണ്ടല്ലേ അങ്ങനെ ഒരു തോന്നിട്ട് ഞാനതങ്ങ് വിട്ട് കളയും. പക്ഷേ അത് വിശ്വസിക്കുന്നു. ചിലരെയൊക്കെ പെട്ടെന്ന് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഒരാൾ അനുഭവം പറഞ്ഞുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് ആരാണ് നല്ലതെന്നോ ആരാണ് ചീത്തയെന്ന് എനിക്കറിയത്തില്ല. അത് എൻ്റെ ഏറ്റവും വലിയൊരു 2 ഡിസ്ക്വാളിറ്റിയാണ്. പിന്നെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ റോസിലി ഇരിക്കുകയാണെങ്കിലും ചിലപ്പോൾ എനിക്ക് റോസിലിയുടെ ഒറ്റ നോട്ടത്തിൽ റോസിലിയുടെ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയത്തില്ല എന്നല്ല, ചിലപ്പോൾ റോസിലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ഹസ്ബൻഡിൻ്റെ ആറ്റിറ്റ്യൂഡ്, റോസിലി സ്ട്രഗിൾ ചെയ്യുന്ന പ്രോബ്ലംസ് അതൊക്കെ എനിക്ക് മനസ്സിലാവും. പിന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ വരും. ഞാൻ റോസിലിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നത്, ഈവൻ ഞാനാണെങ്കിൽ എങ്ങനെ ഞാനത് ഗോ ത്രൂ ചെയ്യും. അങ്ങനെ എനിക്കൊരാളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറുള്ള കഴിവുണ്ട്. പിന്നെ ഞാൻ ആരെയും വിധിക്കത്തില്ല. ഒരു കൊലപാതകി ഇവിടെ വന്നിരുന്നു, ഒരു മോഷ്ടാവ് വന്നിരുന്നാലും അവൻ കള്ളനാണ് അല്ലെങ്കിൽ അവൻ മോഷ്ടാവാണ് കൊലപാതകയാണെന്ന് വിധിക്കത്തില്ല. അപ്പം ഞാൻ ചിന്തിക്കും, പക്ഷേ അതിന് റീസൺ ഉണ്ടാവും. പറ്റിപ്പോയി, മനസ്സിലായോ? നമ്മളാരാ വിധിക്കാൻ? അവനൊരു കൊലപാതകയാണെന്ന് പത്രത്തിൽ ഇടുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും, ഇല്ലേ? ചിലപ്പോൾ ഒരാൾ ഇമോഷണലായിരിക്കും എടുത്ത് കുത്തിയത്, മനഃപൂർവ്വം അല്ലായിരിക്കും. പക്ഷെ നമ്മൾ കാണുന്നൊരു കൊലപാതകി. പക്ഷെ അതിന് മുന്നിൽ ആ കത്തി എടുക്കുന്നതിന് മുന്നേ എന്തുമാത്രം സ്ട്രഗിൾ അയാൾ ഫേസ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് ഫേസ് ചെയ്തു പോയി നമുക്കറിയില്ലല്ലോ. ഈവൻ ദെൻ മനഃപൂർവ്വം വെട്ടിയെന്ന് വെച്ചോ, പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ ജഡ്ജ് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ ആരെയും അങ്ങനെ ഞാൻ കാണത്തില്ല. ഇത് രണ്ടും എനിക്കുള്ളൊരു ക്വാളിറ്റിയാണ്. ഇതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. ആരെയും ജഡ്ജ് ചെയ്യാൻ പോകാറില്ല. പിന്നെ അധികം വലിയ കുറ്റങ്ങളൊന്നും അങ്ങനെ ആരോടും പറയാറില്ല. പരസ്പരം ഓഫീസിൽ നമ്മുടെ ഒക്കെ വർക്കിൻ്റെ കാര്യം അവരുടെ ക്യാരക്ടർ കാര്യങ്ങൾ ഓരോരുത്തർ ഐഡൻറ്റിഫൈ ഇത് ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന കുറവുണ്ട്, അതൊരു തിരുത്താൻ വേണ്ടി പറയുന്നതല്ലാണ്ട് അധികം അങ്ങനെ ഗോസിപ്പിനൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സുഹൃത്തുക്കളില്ല, എനിക്ക് ഫ്രണ്ട്സില്ല, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല.